ബിഗ് ബോസ് മലയാളം സീസൺ 6 നമുക്കറിയാം ഓരോ കണ്ടസ്റ്റൻസായിട്ട് പഴയ കണ്ടസ്റ്റൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ജാൻമണി വന്നു, യമുന റാണി വന്നു. നാളെയും ഒരു പുതിയ കണ്ടസ്റ്റൻസ് അവിടെ വരുന്നുണ്ട്. നാളെ മിക്കവാറും 2 അല്ലെങ്കിൽ 3 പേര് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഇനിയുള്ള അങ്ങോട്ടുള്ള പ്രൊമോ എല്ലാം കാണിക്കുന്നത് ഒന്നിൽ കൂടുതൽ ആൾക്കാർ ഹൗസിനുള്ളിൽ എത്തുന്നതായിട്ടായിരിക്കും കാണാൻ സാധിക്കുന്നത്. ഒരു 90% ആളുകളും അവിടെ എത്തുന്നുണ്ടെന്ന് നമുക്കറിയാൻ സാധിച്ച വിവരം. എന്തായാലും സിബിൻ്റെ കാര്യത്തിലും അതുപോലെ റോക്കി, അതുപോലെ ഗബ്രി, ഇവരുടെ കാര്യത്തിൽ നമുക്ക് ഒരു കൺഫർമേഷൻ കിട്ടിയിട്ടില്ല. എന്തായാലും എല്ലാവരും വരുമെന്ന് പ്രതീക്ഷിക്കാം. ഏത് ആൾ വരാനുള്ള 2 തവണ ആൾക്കാർ വന്നപ്പോഴും ബോക്സ്, ഒന്ന് അലമാരയായിരുന്നു, ഒരു ബോക്സ് അങ്ങനെ വെച്ചിട്ടാണ് ബിഗ് ബോസ് ഇവരെ ഒരു പ്രാങ്ക് കൊടുത്തിട്ടാണ് ഹൗസിനുള്ളിലേക്ക് കയറ്റിയത്. അങ്ങനെ ഇന്നത്തെ പ്രൊമോയിൽ കാണിച്ചത് നമുക്കറിയാം, ഒരു പിങ്ക് കളറിലെ പെട്ടി വെച്ചിട്ടുണ്ട്. അത് കണ്ടിട്ട് ആൾക്കാരെല്ലാം നോക്കുന്നുണ്ട്. അപ്പം ഈ ജാസ്മിൻ ആണെങ്കിൽ ഗബ്രി വന്നു എന്ന് പറഞ്ഞ് അങ്ങ് ഇരിക്കുകയാണ്. ഗബ്രി എൻ്റെ ഗബ്രി എന്ന് പറഞ്ഞിങ്ങനെ നോക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ആ പെട്ടി തുറന്ന സമയത്ത് ആ പെട്ടിക്കകത്തിൽ ഒന്നുമില്ല, പെട്ടി കാലിയാണ്. ആ പിങ്ക് കളറിലെ പെട്ടി കാലിയായിരുന്നു. അവിടെ ആൾക്കാരെ ബിഗ് ബോസ് പറ്റിച്ചു. ഋഷിയൊക്കെ വന്നിട്ട് ഒളിഞ്ഞൊക്കെ നോക്കുന്നുണ്ട് ആരാന്നറിയാൻ വേണ്ടിയിട്ട്. ശേഷം അങ്ങനെ ഇരിക്കുന്ന ആകുമ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ വീണ്ടും ഒരു പാട്ടൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ബിഗ് ബോസ്. പാട്ടൊക്കെ ഇട്ട് കൊടുത്തപ്പം എല്ലാവരും ശ്രദ്ധിച്ചപ്പോൾ അവിടെ ഒരു മിക്കി മൗസ് ഇരുന്ന് കൈയാട്ടി വിളിക്കുന്നു. വലിയൊരു മിക്കി മൗസാണ്. അപ്പം ഈ ഋഷിയും ഇവരെല്ലാം വരുന്നുണ്ട്. ജാസ്മിൻ അപ്പോൾ എൻ്റെ ഗബ്രി ഇത് തന്നെ എന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയാണ്. എൻ്റെ ഗബ്രിയാന്ന് ഉറപ്പിച്ചു കഴിഞ്ഞു. എൻ്റെ ഗബ്രി എന്ന് പറഞ്ഞിട്ട് ഗബ്രിയെ വന്ന് കെട്ടിപ്പിടിക്കുകയാണ്. ആ മിക്കി മൗസിനെ വന്ന് അങ്ങ് കെട്ടിപ്പിടിക്കുകയാണ്. അപ്പോൾ ഗബ്രിയാന്ന് ഉറപ്പിച്ചു, കാരണം ഗബ്രിയാണ് കൈയാട്ടി വിളിക്കുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ജാസ്മിനെ കൈയാട്ടി വിളിച്ചപ്പോൾ ഗബ്രിയാണെന്ന് ധരിച്ച് കെട്ടിപ്പിടിക്കുകയാണ്. അപ്പോൾ കെട്ടിപ്പിടിച്ചിട്ട് അപ്പോൾ ഏത് ആര് വന്നാലും, ജാൻമണി വന്നപ്പോഴും യമുന വന്നപ്പോഴും ഇപ്പം ഈ ഒരു പ്രാങ്ക് കൊടുത്തപ്പോഴും അതുപോലെ ഇപ്പം മിക്കി മൗസ് വന്നപ്പോഴും എൻ്റെ ഗബ്രി എന്ന് പറഞ്ഞാണ് ഇരിക്കുന്നത്. എന്തായാലും ഗബ്രി വരുമ്പോൾ നമുക്ക് കണ്ടറിയാം. ഗബ്രി വന്നാൽ തന്നെ ജാസ്മിൻ ആ ഒരു പഴയ നെഗറ്റീവ് കിട്ടാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഗബ്രി വരുമോ അതോ ഇനിയും ഗബ്രി വന്നാൽ തന്നെ ജാസ്മിൻ പഴയ രീതിയിലേക്ക് പോകുമോ? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക. അങ്ങനെ ഗബ്രി വന്നിട്ട് ജാസ്മിൻ പഴയ രീതിയിലേക്ക് പോയാൽ ജാസ്മിന് വീണ്ടും ആ ഒരു പഴയ നെഗറ്റീവ് വരികയും പിന്നീടും പ്രേക്ഷക പിന്തുണ കിട്ടാനുള്ള വളരെയധികം ചാൻസ് കുറയും എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കുക. അതുപോലെ തന്നെ ഇനി ഗബ്രി വന്നാൽ തന്നെ ആ പഴയ ഗബ്രി ജാസ്മിൻ കൂട്ടുകെട്ടിന് ഗബ്രി തയ്യാറാവുമെന്ന് ഇനിയിപ്പം നമുക്കറിയത്തില്ല. കാരണം ഗബ്രി പുറത്തെ കാര്യങ്ങളെല്ലാം കണ്ടിട്ടായിരിക്കും വരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാം മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ചിലപ്പോൾ അകന്ന് നിൽക്കാനുള്ള ചാൻസും ഉണ്ട്. എന്തായാലും നമുക്ക് ഗബ്രി വന്നാൽ ഗബ്രി ഏത് രീതിയിൽ ജാസ്മിൻ്റെ അടുക്ക് പെരുമാറി നിൽക്കും എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയാം. എന്തായാലും ഗബ്രി വരാനുള്ള ചാൻസ് ഒരു 100% ഉണ്ട്. കാരണം ഗബ്രി വരുമെന്ന് പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്. ഗബ്രി വിളിച്ചു കഴിഞ്ഞാൽ ബിഗ് ബോസിലേക്ക് പോകുമെന്നുള്ളത്. എന്തായാലും ഗബ്രി വരാനുള്ള ചാൻസ് ഉണ്ട്. നാളെ ഇത് ചിലപ്പോൾ ഗബ്രി ആവാനുള്ള ചാൻസ് ഉണ്ട്. എന്തായാലും നാളത്തെ ലൈവിൽ നമുക്കെല്ലാം അറിയാൻ സാധിക്കും. അതിന് മുമ്പായിട്ട് എന്തെങ്കിലും അപ്ഡേഷൻ കിട്ടുവാണെങ്കിൽ നമ്മൾ അറിയിക്കുന്നതായിരിക്കും. കൂടുതൽ അപ്ഡേറ്റ് നമുക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ തുടങ്ങണം.